ഇപ്പോൾ കൊച്ചി ഇ.ഡി. ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മാർച്ചിൽ പ്രതിഷേധം നടന്നിരിക്കുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബി ചേരുന്നു. എബി, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യത്തൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കൊച്ചി ഇ.ഡി. ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മാർച്ച്, വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, അല്പസമയം മുമ്പാണ് മാർച്ച് ഇ.ഡി. ഓഫീസിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തെമ്പാടും നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തും നടക്കുന്നത്. ഇതിപ്പോൾ ഇ.ഡി. ഓഫീസിലേക്ക് അല്പസമയം മുമ്പ് ആം ആദ്മി പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. മോദിക്കെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധ മുദ്രാവാക്യങ്ങളായി തന്നെ ഇവിടെ ഉയരുന്നു. ഇപ്പോൾ പ്രവർത്തകർ ഇ.ഡി. ഓഫീസിന് മുന്നിലേക്ക് എത്തിയ മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. അവിടെ പ്രതിഷേധക്കാർ അവർ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണം ബി.ജെ.പിയുടെയും മോദിയുടെയും പരാജയ ഭീതിയാണ് ഈ ഒരു അറസ്റ്റിന് കാരണമെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിരവധിയായിട്ടുള്ള സൗജന്യങ്ങൾ, അതായത് വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സാധനങ്ങളെല്ലാം തന്നെ സൗജന്യമായി തന്നെ നൽകിയ ഒരു സംസ്ഥാന അല്ലെങ്കിൽ ആ ഒരു സർക്കാരാണ് ഡൽഹി സർക്കാർ. അവിടുന്ന് ഒപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. ഒപ്പം ബജറ്റിലൂടെ തന്നെ ഇതെല്ലാം അവതരിപ്പിച്ച ഒരു സർക്കാർ കൂടിയാണ്. അങ്ങനെ ഒരു സർക്കാരിന് 100 കോടിയുടെ ഒരു അഴിമതിയുടെ കാര്യം തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടുള്ള നടപടികളാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് മോദിയുടെയും ബി.ജെ.പിയുടെയും പരാജയ ഭീതി തന്നെയാണ് എന്നുള്ള വിമർശനം കൂടിയാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെ ശക്തമായ രീതിയിൽ നടക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനാധിപത്യ പാർട്ടികളെല്ലാം തന്നെ ഈ ഒരു സംഭവത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യത്തിന് കറുത്ത ദിവസം എന്നായിരുന്നു രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം ഈ ഒരു സംഭവത്തെ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ രേഖപ്പെടുത്തിയത്. അങ്ങനെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെയും മോദിയുടെയും അമിത്ഷയുടെയും ഒക്കെ ഒരു പരാജയ ഭീതി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഈ പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും വ്യാപക പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എബി തോമസ്.